ഇതാ ഇതുപോലുള്ളവരെ ദൂരെ നിർത്തുക. ഇവൾ മാത്രമല്ല, ഇവളെപ്പോലുള്ള ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് തലവേദന സൃഷ്ടിച്ചതാണ് ഇവൾ. വളർന്നു വരുന്ന ഒരു യുവാവായി നമ്മുടെ രാഷ്ട്രീയത്തിൽ തിളങ്ങാൻ എല്ലാ ചാൻസും ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കിയത് ഇവളുടെ പരാതിയാണ്. അത് എത്രത്തോളം എത്തിയെന്നൊക്കെ നമുക്കറിയാം. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പോലും അന്വേഷണങ്ങൾ തലയും വല്ലാതെ പോയതാണ്. ഇനിയിപ്പോൾ പുതിയ ഗവൺമെൻറ് അന്വേഷിക്കുമെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അതിൻ്റെ പേരിലാണ് അദ്ദേഹം ഇപ്പോഴും മറയെത്തിയിരിക്കുന്നത്. അത് മനസ്സിലാക്കുക. അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയ ആൻമേരിയെ കൂക്കി വിളിച്ച പ്രവർത്തകർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. ഇത് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഇവളുടെ ഈ ഒരു പോസ്റ്റും അതേപോലെ തന്നെ ആ ഒരു ആരോപണം ഉന്നയിച്ചതിന് ശേഷം CPM നേതാക്കളുടെ കൂടെ നിന്നുള്ള ഫോട്ടോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി അല്ലെങ്കിൽ അതൊരു വൈറലായിക്കൊണ്ടിരിക്കുന്ന അവളെ കൂക്കി വിളിക്കുന്നതും പ്രതിജ്ഞാ ചടങ്ങിനെത്തിയതും അവൾ വളരെ വേദനയോടുകൂടിയാണ് ഇരുന്നത്ര കാത്തിരുന്നത്. ഉറക്കില്ലാത്ത രാത്രികൾ. കാരണം VD സതീശൻ വരാൻ വേണ്ടിയിട്ട് അത്രത്തോളം ആഗ്രഹിച്ചതാണെന്നാണ് പറഞ്ഞത്. അതേ അവൾ തന്നെ VD സതീശൻ സാറിൻ്റെ എതിർ സ്ഥാനാർത്ഥിയുടെ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്ത് ആഹ്ലാദ നൃത്തം ചവിട്ടുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്കും ചില സംശയങ്ങൾ തോന്നും. കാരണം ജനങ്ങൾ ഇത് ഏറ്റെടുക്കും, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അതുകൊണ്ട് ഇങ്ങനെയുള്ളവന്മാരെ അകറ്റി നിർത്തുക, ഏതവനായാലും. അല്ലെങ്കിൽ അതിനെതിരെ അവളോ കൂക്കി വിളിക്കുന്ന പോലെ നിങ്ങളെയും കൂക്കി വിളിക്കാൻ ജനങ്ങൾ തയ്യാറാവും എന്ന് മനസ്സിലാക്കുക.